തിരുവനന്തപുരത്ത് വളരെയധികം ദേശീയ തലത്തിൽ വരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇടം. ഒരുപക്ഷെ ലോക്സഭാ ഇലക്ഷന്റെ ആ ഒരു പോരാട്ട വീര്യം തന്നെ തീർച്ചയായും അല്ലെ അവിടെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങി എന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റും ഉണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ 4 ഡിവിഷനുകൾ. കൊല്ലത്ത് LDF 7 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. അവിടെയും ഒരു മുൻതൂക്കം LDF-ന് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും LDF അധികാരം പിടിച്ചൊരു കോർപ്പറേഷനാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആദ്യ ഫലം സാമ്യം വരികയാണ്. LDF ആണ് അവിടെ ഒരു സീറ്റിൽ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുന്ന ഘട്ടത്തിൽ വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്, കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അവിടുത്തെ ആദ്യ ഫലസൂചന വരുമ്പോൾ ഒരു സീറ്റിൽ ഇപ്പോൾ LDF അവിടെ ലീഡ് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൊല്ലം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടെ 3 സീറ്റുകളിൽ LDF-ന് ലീഡുണ്ട്. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യത്തെ ലീഡ് NDA-ക്ക് അനുകൂലമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പാട്ടുറായ്ക്കലടക്കമുള്ള NDA-യുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആദ്യത്തെ വോട്ട് എണ്ണുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ശക്തി കേന്ദ്രങ്ങളിൽ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ സ്വാഭാവികമായിട്ടും അത് NDA-ക്ക് മുൻതൂക്കം കിട്ടുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നിലവിൽ ഒരു സീറ്റിൽ കോർപ്പറേഷൻ, തൃശൂർ കോർപ്പറേഷനിൽ ഒരു സീറ്റിൽ മുന്നോട്ട് പോവുകയാണ് NDA എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു അപ്ഡേഷൻ കൂടിയുണ്ട്. കൊല്ലം കോർപ്പറേഷനിൽ ഒരു ഡിവിഷനിൽ NDA മുന്നിട്ട് നിൽക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. കൊച്ചിയിൽ ആദ്യ അപ്ഡേറ്റുകൾ വരുമ്പോൾ UDF-നാണ് മുൻതൂക്കം. 2 വാർഡുകളിൽ 2 ഡിവിഷനുകളിൽ കൊച്ചി കോർപ്പറേഷനിൽ UDF ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ LDF-ഉം ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കോർപ്പറേഷനുകളുടെ കണക്കുകളിലേക്ക് ആകത്തുകയിലേക്ക് എത്തുമ്പോൾ 3 കോർപ്പറേഷനുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് LDF ആണ്. നഗരസഭയിലേക്ക് എത്തുമ്പോൾ 3 നഗരസഭകളിൽ UDF-ന് ലീഡുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന രഘുനാഥ് സി അദ്ദേഹമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. തൃപ്പൂണിത്തറയിൽ നിന്ന് ജിജീഷ് തൃപ്പൂണിത്തറയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ടോ? മാത്രമല്ല ജിജീഷ്, BJP വളരെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു നഗരസഭയാണ്. കഴിഞ്ഞ തവണ മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിലേക്ക് അവിടെ വളർന്നിരുന്നു. ഇപ്പോൾ തൃപ്പൂണിത്തറയിലെ സാഹചര്യം എന്താണ്? വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ ആർക്കാണ് മുൻതൂക്കം ജിജീഷ്? ഗൗതം, ശ്യാം, നിലവിൽ ഇവിടുത്തെ ഒരു വോട്ടിംഗ് നിലയിലേക്ക് കടന്നിട്ടില്ല. പോളിംഗ് ഏജന്റുമാരടക്കം ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. അത് സംബന്ധിച്ച് അവർ പറയുന്നു വൈകുന്നു സമയം എന്നൊരു കാര്യം തന്നെയാണ് നിലവിൽ അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. വൈകാതെ തന്നെ ഈ പോളിംഗ് ഏജന്റുമാരെ അടക്കം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ അപ്ഡേറ്റുകൾ വരികയാണ്. പാലക്കാട് നഗരസഭ പോസ്റ്റൽ വോട്ടുകളിൽ BJP-ക്ക് ലീഡ് എന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അരുൺ നൽകുന്നുണ്ട്. പാലക്കാട് നഗരസഭ വിവിധ വാർഡുകളിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ BJP-ക്ക് വലിയ ലീഡ് ഉണ്ടായിരിക്കുന്നു. ഫോർട്ട് കൊച്ചി 1-ലും ഇരവേലിയിലും മട്ടാഞ്ചേരിയിലും UDF-ന്റെ ലീഡ് ആണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്താണ് ഗൗതം വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. തിരുവനന്തപുരത്ത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും ഇപ്പോൾ എണ്ണി തുടങ്ങാൻ പോവുകയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ നിലവിൽ കോർപ്പറേഷനുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൊല്ലം കോർപ്പറേഷനിൽ NDA സാന്നിധ്യം അറിയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. തൃശൂർ കോർപ്പറേഷനിൽ ആദ്യ ഫലസൂചനകൾ NDA-ക്ക് അനുകൂലമാണ്. NDA അവിടെ ഒരു ഡിവിഷനിൽ, പൂങ്കുന്നം ഡിവിഷനിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP-യുടെ സിറ്റിംഗ് വാർഡ് കൂടിയാണ് പൂങ്കുന്നം എന്നുള്ളത്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDF അവിടെ 2 സീറ്റുകൾ, എറണാകുളം കോർപ്പറേഷനിൽ 3-2 എന്ന നിലയിലാണ്. അവിടെ LDF 3 സീറ്റിലും UDF എറണാകുളം കോർപ്പറേഷനിൽ 2 സീറ്റിലും ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ആദ്യ ലീഡ് LDF-ന്, എറണാകുളത്ത് ആദ്യ ലീഡ് UDF-ന് എന്ന നിലയിലേക്ക് വരികയാണ്. എന്നാൽ പാലക്കാട്ടേക്ക് എത്തുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് BJP-യുടെ ശക്തി കേന്ദ്രമാണ്. കേരളത്തിൽ തന്നെ ആദ്യമായി BJP ഒരു മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് പാലക്കാടാണ്. ആ പാലക്കാടിന്റെ മണ്ണിൽ വീണ്ടും BJP-ക്ക് അനുകൂലമായ സാഹചര്യം ഈ ഘട്ടത്തിൽ ലീഡാണ് തൃശൂർ കോർപ്പറേഷനിൽ പൂങ്കുന്നം ഡിവിഷനിൽ ഇപ്പോൾ NDA സ്ഥാനാർത്ഥിക്കുള്ളത് എന്നാണ് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ഗൗതം പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രമാവുകയാണ്. ഒപ്പം തിരുവനന്തപുരം നഗരസഭ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തീർന്നിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന പല ഡിവിഷനുകളിലും വോട്ടിംഗ്, ഇലക്ട്രോണിക് വോട്ടിംഗ് ഒപ്പം എറണാകുളത്ത് ശക്തമായ മത്സരം ഇത്തവണയും നടക്കുകയാണ്. LDF 5, UDF 4 എന്ന നിലയിലാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2020-ലും സമാനമായ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ശക്തമായ മത്സരം ഇരു മുന്നണികളും തമ്മിൽ നടന്ന ആദ്യ ഫലസൂചനകൾ എണ്ണുമ്പോൾ കോർപ്പറേഷനുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ലൈറ്റ്ലി ഒരു LDF-ന്റെ ഒരു എഡ്ജ് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ UDF-ന്റെ ഒപ്പം തന്നെ NDA-യുടെ വളരെ കൃത്യമായി തന്നെ ഒരു മുൻതൂക്കം കാണാൻ സാധിക്കുന്നു. കൊല്ലം കോർപ്പറേഷനിൽ 7 സീറ്റിൽ LDF-ഉം 2 സീറ്റിൽ UDF-ഉം 1 സീറ്റിൽ NDA-യുമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് ആദ്യ ലീഡ് LDF-നാണ്. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയുടെ വിശദാംശങ്ങൾ വരുന്നു. ഒരു സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. UDF 2 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ് 5-4
5-4. ശമയക്ക് മുനിസിപ്പാലിറ്റികളിലേക്ക് പോയി കഴിഞ്ഞാൽ തലശ്ശേരിയിലും ആന്തൂർ തുടങ്ങിയ മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ LDF ലീഡാണ്. അതായത് 11 മുനിസിപ്പാലിറ്റികളിൽ LDF ലീഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് പാലക്കാട് നഗരസഭ പറ്റുന്ന രീതിയിലാണ് 6 സീറ്റുകളിൽ നഗരസഭയിൽ മുൻതൂക്കം ഇപ്പോൾ തിരുവനന്തപുരത്ത് സമയം വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2 സീറ്റിൽ BJP ലീഡ് ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അതായത് ഏവരും ഉറ്റുനോക്കുന്നത് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏത് രീതിയിലുള്ള പ്രകടനം നടത്തുന്നു എന്നതാണ്. അമരാവതിയിൽ BJPയുടെ ലീഡ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, തിരുവനന്തപുരത്ത് 2 സീറ്റിൽ, ഒപ്പം തന്നെ കൊച്ചി കോർപ്പറേഷനിൽ ഒരു സ്ഥലത്ത് അമരാവതിയിൽ വലിയ രീതിയിൽ തന്നെ BJPയുടെ ലീഡ് ഇപ്പോൾ കാണുന്നു. പാലക്കാട് നഗരസഭയിൽ 6 ഇടങ്ങളിൽ NDA, 4 ഇടങ്ങളിൽ UDF, 2 ഇടങ്ങളിൽ LDF. അങ്ങനെയാണ് പാലക്കാട് ആദ്യ ഫലസൂചനകൾ വരുന്നത്. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ശക്തമായ പോരാട്ടം NDA നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ 7-5-3 ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 7 സീറ്റിൽ LDF, 5 സീറ്റിൽ UDF, 3 സീറ്റിൽ NDA. തിരുവനന്തപുരം കോർപ്പറേഷൻ LDF 3, UDF 3, BJP 2 എന്ന നിലയിലാണ്. അതിശക്തമായ മത്സരം നടന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അവിടെ ഒരു ടൈറ്റ് മത്സരം നടന്നു എന്ന സൂചന ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്ന ഘട്ടത്തിൽ വരുന്നു. നേരെ തൃശ്ശൂരിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ ഫലസൂചന തന്നെയാണ്. NDAയുടെ നമ്പർ മാത്രമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ എണ്ണുന്ന ആദ്യഘട്ടത്തിൽ കാണുന്നത്. ഒരു സീറ്റിൽ, അത് പൂങ്കുന്നം വാർഡാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഉൾപ്പെടെയുള്ള മേഖലയായിരിക്കും ആദ്യ മേഖലയിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ഡിവിഷനുകൾ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ NDAയുടെ ശക്തി കേന്ദ്രങ്ങളാണ്, സ്വിച്ചിങ് സീറ്റുകളാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു മുൻതൂക്കം അവർക്ക് ലഭിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോട്ടയം തലപ്പൂലം ഗ്രാമപഞ്ചായത്തിൽ NDA 1, LDF 1, UDF 1. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ NDAയുടെ ലീഡ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ വലിയ രീതിയിൽ തന്നെ NDA പ്രതീക്ഷ വെച്ച, കഴിഞ്ഞ തവണ കപ്പനും ചുണ്ടിനുമിടയിൽ നഗരസഭാ ഭരണം നഷ്ടപ്പെട്ട കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇപ്പോഴിതാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ NDAക്ക് ലീഡുണ്ട്. ആദ്യഘട്ട സൂചനകൾ വരുമ്പോൾ പൊതുവെ ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വോട്ടെണ്ണ ആരംഭിച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ ഗൗതം ഒരു LDFന്റെ ഒരു എഡ്ജ് കാണുന്നുണ്ട് പോസ്റ്റൽ വോട്ടുകളിലാണ്. അത് പലപ്പോഴും പോസ്റ്റൽ വോട്ടുകളിൽ ഈ LDFന് മുൻതൂക്കം പലപ്പോഴും ഉണ്ടാകാറുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ട്രെൻഡ് എന്ന നിലയിൽ സൂചിപ്പിക്കാൻ സാധിക്കില്ല. എനിക്കൊന്ന് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് മഹാരാജാസ് കോളേജിലേക്ക് വോട്ടെണ്ണൽ നടക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ നിലവിലെ സാഹചര്യം മിഥുൻ, അവിടെ ടൈറ്റ് മത്സരം നടക്കുകയാണല്ലോ. UDFും LDFും ഇപ്പോൾ 3-3 എന്ന നിലയിലാണ്. ഒപ്പം മറ്റ് ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്കും ഒക്കെ അവിടെ എണ്ണി തുടങ്ങിയിട്ടുണ്ടോ എറണാകുളത്ത്? കൊച്ചി കോർപ്പറേഷനിൽ ഇപ്പോൾ ലീഡ് പറയാൻ കഴിയുന്നത് 5 LDFും 4 UDFും BJP 9 ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അമരാവതിയിലാണ് BJPയുടെ ലീഡ് ഇപ്പോൾ കാണുന്നത്. ഫോർട്ട് കൊച്ചി 1ലും അതുപോലെ തന്നെ ഇരവേലിയിലും മട്ടാഞ്ചേരിയിലുമാണ് UDFന്റെ ലീഡ് സംഭവിച്ചിരിക്കുന്നത്. പോസ്റ്റ് വോട്ടുകൾ എണ്ണുമ്പോൾ ലീഡ് ഇനങ്ങൾ മാറി മാറി വരുന്നുകൊണ്ടിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ UDF ആണ് ആദ്യം ലീഡ് ചെയ്തിരുന്നത്. പിന്നീട് ഇപ്പോൾ വളരെ സുപ്രധാനമായ മറ്റൊന്ന്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3 എന്ന നിലയിലേക്ക് BJP സീറ്റ് നില ഉയർത്തിയിരിക്കുന്നു. അതായത് 3-3-3 LDF 3, UDF 3, BJP 3 എന്ന നിലയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരം അതിന്റെ യഥാർത്ഥ ചിത്രത്തിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ അതിനെ ട്രെൻഡ് എന്ന നിലയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ച 15 മിനിറ്റ് കഴിയുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഈ വോട്ടിംഗിന്റെ യഥാർത്ഥ സ്വഭാവം പ്രകടമാക്കുന്ന നിലയിലുള്ള ഫലസൂചനകൾ പുറത്തേക്ക് വരികയാണ്. വാശിയും എടുത്ത് നടത്തിയ ഒരു പോരാട്ടത്തിന്റെ അതേ ചിത്രമാണ് ഇപ്പോൾ നമുക്ക് ആദ്യഘട്ടങ്ങളിൽ വ്യക്തമാകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട്. ഇത് അന്തിമമാകണമെന്നില്ല. പല രീതിയിൽ പല ശക്തി കേന്ദ്രങ്ങളൊക്കെ, പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന നിയമം മേഖലയിൽ വലിയ രീതിയിൽ തന്നെ ഏതാണ്ട് 18 സീറ്റുകൾ അവിടെ കിട്ടുമെന്ന് വളരെ പ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെ കഴക്കൂട്ടം മേഖലയിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന്. അപ്പോൾ ആദ്യ റൗണ്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് കഴക്കൂട്ടം മേഖലയിൽ ഉൾപ്പെടെയുള്ള, അതായത് വളരെ പ്രധാനപ്പെട്ട LDFും BJPയും നേർക്കുനേർ ഫൈറ്റ് നടക്കുന്ന മേഖലകളിലെ റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ചിത്രത്തിൽ ഇല്ലാണ്ടാകും വരുന്ന മിനിറ്റുകളിൽ.